വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഫലമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്ത്, മറ്റൊരുവന് 2, വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. താലന്തുകളെ നൽകിയിട്ട് ഭൃത്യന്മാർക്ക് എണ്ണി ഏൽപ്പിച്ചിട്ട് ഒരു യാത്ര പുറപ്പെട്ട ഒരു യജമാനെ കുറിച്ച് യേശു പറയുമ്പോൾ, സ്തോത്ര ഹല്ലേലൂയ, വളരെ വിലപ്പെട്ട ചില ഉപദേശങ്ങൾ ദൈവം ഇതിലൂടെ നമുക്ക് നൽകുകയാണ്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെയിറ്റ് അടിസ്ഥാനത്തിലാണ് അന്നത്തെ നാണയത്തിൻ്റെ മൂല്യം ഇരിക്കുന്നത്, അതിൻ്റെ വെയിറ്റ് അനുസരിച്ച്. ഒരു താലന്ത് ഏകദേശം 34.4 കിലോയാണ്. 34.27 കിലോയാണ് ഒരു താലന്ത്. ഒരു താലന്ത് വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരുവനെ ഏൽപ്പിച്ചത് 5 താലന്ത്. താലന്താണ് ഏറ്റവും കൂടിയ മൂല്യം ഉള്ള ഒരു അളവാണ് താലന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗരാജ്യത്തിൻ്റെ ഗിഫ്റ്റ് അത്രയും വാല്യുബിൾ ആണെന്നാണ് അർത്ഥം. 5 താലന്ത് ഏൽപ്പിച്ചാൽ ദൈവം നിനക്ക് നൽകുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഗിഫ്റ്റ്, ഹോളി സ്പിരിറ്റ് നിനക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ അളവ് വലിയ പ്രൈസ്ലെസ് ആണ്. 5 താലന്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5 × 34.5 കിലോ വെള്ളി, ഒരു വലിയ എമൗണ്ടാണ്. സ്തോത്ര ഹല്ലേലൂയ. വെള്ളിയിലാണെങ്കിൽ അത് വലിയ 30 വെള്ളിക്കാശിൻ്റെ സ്ഥലം കിട്ടുമെങ്കിൽ ഈ 34.4 കിലോ എന്ന് പറയുന്നത് ഒരു നിസ്സാര എമൗണ്ട് അല്ല. ഏകദേശം 170 കിലോ മുകളിൽ വരും. അപ്പം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൃപ വാല്യബിളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാല്യബിളാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ ഉപമ വായിച്ചാൽ മനസ്സിലാകും ആ യജമാൻ ആരാണ്. എല്ലാവർക്കും അറിയാം ആരായിരിക്കും യജമാൻ. ആരാ? ജീസസാ, യേശു തന്നെയാണ്. തന്നെ വെച്ചിട്ടാണ് ഒരു ഉപമ യേശുവോട് പറയുന്നത്. ഒരു യജമാനൻ യാത്ര പോകുമ്പോൾ മാസ്റ്റർ ജീസസ് ആണ്, ദാസർ സെർവൻസ് തൻ്റെ സെർവൻസിനെ വിളിച്ചിട്ട് 2 തിമോത്തിയോസ് 2:24 ഒന്ന് വായിക്കാവോ? 2 തിമോത്തിയോസ് 2:24 എന്താ പറയുന്നത്? പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവനും. കർത്താവിന്റെ ദാസൻ എന്നാണ് അവിടെ പറയുന്നത്, സെർവൻസ് ആണ്. അപ്പം മാസ്റ്റർ യാത്ര പോകുമ്പോൾ കർത്താവിന്റെ ദാസർ, കർത്താവിന്റെ സെർവൻസ് എന്ത് ചെയ്യണം? കലഹപ്രിയനായിരിക്കരുത്. നമുക്ക് ആ സെർവൻസ് എന്നുള്ള പദം പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തിരിച്ച് മത്തായി 25:14 നമുക്ക് വരാം. തൻ്റെ ശിഷ്യരെ വിളിച്ച് ഫലമേൽപ്പിക്കുകയാണ്. അവൻ തൻ്റെ ഭവനത്തിലുള്ള ഹൗസ് ഓഫ് ഗോഡ് മീൻസ് എന്നാ, ദൈവസഭയിലുള്ളവരെയാണ് വിളിക്കുന്നത്. അവൻ ഓരോരുത്തരെയും കഴിവനുസരിച്ച് ഒരുവൻ 5, മറ്റൊരുവന് 2, വേറൊരു 1 കൊടുത്ത ശേഷം പുറപ്പെട്ടു. ദൈവം നമ്മുടെ ഓരോരുത്തരെയും കഴിവുകൾ അനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരെയും സമർപ്പണങ്ങൾ അനുസരിച്ച്, നമ്മുടെ തീക്ഷ്ണത അനുസരിച്ച്, അങ്ങനെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഓരോരോ സെർവൻസിനെയും ദൈവം നോക്കിയിട്ട് അവരെല്ലാം ദൈവത്തിൻ്റെ അളവറ്റ വലിയ ഒരു ദാനം, പ്രൈസ്ലെസ്, അതാണ് താലന്തിൽ അത് എണ്ണിയേക്കുന്നത്, വലിയ അളവിലാണ്. വില മതിക്കാനാവാത്ത വലിയൊരു സമ്പത്ത് ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് യജമാനൻ യാത്രയാക്കി ഒരു ദൂരയാത്ര പോയി. എഫെസ്യർ 4:8 ഒന്ന് വായിക്കാവോ? യജമാനൻ ഒരു ദൂരയാത്രയ്ക്ക് പോയേക്കുക. സ്തോത്ര ഹല്ലേലൂയ. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തു. സഭയിലെ ദാസന്മാരെ അവൻ വിളിച്ചു. സഭയിലെ ദാസന്മാരെ വിളിച്ച് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം ഓരോരുത്തരുടെയും
അവര് ക്രിസ്തുവിന് വേണ്ടി ഓരോരുത്തർക്ക് ഓരോ എബിലിറ്റി, എല്ലാവരും ഒരേപോലെയല്ല. ഓരോരോ കഴിവനുസരിച്ച് ദൈവത്തിൻ്റെ ദാനങ്ങൾ ഓരോരുത്തർക്കും നൽകി. അത് അളവറ്റത്, അതുകൊണ്ടാണ് താലന്തിൽ അത് പറയുന്നത്. താലന്തിൻ്റെ മുകളിൽ ഒരു അളവില്ല. ബൈബിളിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ നോക്കിയറിയാം, ദ്രാക്മ ഓരോ തൂക്കങ്ങൾ അറിയാം. ഏറ്റവും അവസാനത്താണ് താലന്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈസ്ലെസ് ആയിട്ടുള്ള, വിലമതിക്കാനാകാത്തുള്ള ഒരു ദാനമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അവൻ ആരോഹണം ചെയ്തു പോയെന്ന് പറഞ്ഞാൽ അവൻ ദൂരെ ഒരു യാത്രയ്ക്ക് പോയേക്കുക എന്ന് പറഞ്ഞാൽ, സഭയെ ഏൽപ്പിച്ച്, ഭൃത്യന്മാരെ ഏൽപ്പിച്ച്, എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ നൽകി, എണ്ണമറ്റ വിലമതിക്കാനാവാത്ത ദാനങ്ങളെ നൽകിയിട്ട് അവനൊരു ദൂരയാത്രയ്ക്ക് പോയേക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദാനങ്ങൾ ലഭിച്ച ഭൃത്യന്മാരെ കുറിച്ചാണ് ദൈവവചനം സംസാരിക്കുന്നത്. 1 പത്രോസ് 4:10 വായിക്കാം. 1 പത്രോസ് 4:10. എല്ലാവരും ശ്രദ്ധിക്കണമേ. 1 പത്രോസ് 4:10 എന്താ പറയുന്നത്? ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. സ്തോത്ര, ഹല്ലേലൂയ. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ആ ദാനങ്ങൾ ഉപയോഗിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. നല്ല ദാസാ, നിനക്ക് ദൈവം സൗജന്യമായിട്ടാണ് തന്നേക്കുന്നത്. ആ വലിയ താലന്ത് നിനക്ക് തരുമ്പോൾ നിനക്ക് ദാനമായി കിട്ടിയത് നീ അത് ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ ദാനം നിനക്ക് ലഭിച്ചാൽ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി നീ ആ ദാനം ഉപയോഗിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. എനിക്ക് ദൈവം ചില താലന്തുകൾ തന്നു. ഈ താലന്ത് ഉപയോഗിച്ച് ഞാൻ എന്തു ചെയ്യണം? അത് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആ സ്വർഗരാജ്യത്തിന് വേണ്ടി, സ്തോത്ര, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദാനങ്ങൾ, എനിക്ക് ലഭിച്ച ദാനങ്ങൾ ഞാൻ ഉപയോഗിക്കണം. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരുപാട് എന്ന് പറഞ്ഞാൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആത്മീയ ബിസിനസ്മാൻ, ഒരു സ്പിരിച്വൽ ട്രേഡ്മാൻ എന്ന് പറയാം. ദൈവം താലന്ത് ഏൽപ്പിച്ചപ്പോൾ, എൻ്റെ ആത്മീയ താലന്തുകൾ എനിക്ക് നൽകിയപ്പോൾ, നീ ദൈവരാജ്യത്തിന് വേണ്ടി അത് പ്രവർത്തിച്ചേ മതിയാത്തുള്ളൂ. യജമാനൻ്റെ രാജ്യത്തിന് വേണ്ടി നീ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ യജമാനൻ ആഗ്രഹിക്കുന്ന തലത്തിൽ നീ അത് പ്രവർത്തിക്കണം, നീ അത് ഉപയോഗിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. നമുക്കറിയാം സ്വർഗരാജ്യത്തെ പറ്റി ദൈവം പറഞ്ഞത്, സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിനെ പോലെ സ്വർഗരാജ്യം. നല്ല രത്നങ്ങൾ ഒരു വ്യാപാരി ചെന്ന് അതിനെ കളക്ട് ചെയ്യുക. നിനക്ക് കിട്ടിയ ദാനങ്ങൾ ഉപയോഗിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി നീ രത്നങ്ങളെ കളക്ട് ചെയ്യണം. സ്തോത്ര, ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു. താലന്തുകളെ, നിനക്ക് ലഭിച്ച താലന്തുകളെ ഉപയോഗിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ ഈ വചനം എൻ്റെ മേളിലും അത് വാളുപോലെ വന്ന് നിൽക്കുക. ഞാനും ഉപയോഗിച്ചോണം. നമ്മൾ ഓരോരുത്തരും ദൈവം കൃപകളെ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ എല്ലാ കഴിവുകളെ ഉപയോഗിക്കണം. ഇന്നലെ യുവാക്കന്മാരോട് ഞങ്ങൾ യൂത്തുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യാത്ര പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ, നമ്മുടെ ഇവിടെ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അവർ മൈക്ക് വാങ്ങുന്നു, ഓരോ കാണുന്നു, പോഡ്കാസ്റ്റ് ചാനലുകൾ തുടങ്ങുന്നു, യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നു, സോഷ്യൽ മീഡിയ, അങ്ങനെ യൂത്തിന് സാധിക്കുന്ന രീതികളെല്ലാം ചാനലിലൂടെ അല്ല, സോഷ്യൽ മീഡിയയിലുള്ള ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിനെ കുറിച്ച്, ദൈവരാജ്യത്തിന് വേണ്ടി ആളെ നേടുവാൻ നമുക്കുള്ള ഈ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കത്തില്ലേ? എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉള്ളവരുണ്ട്, അങ്ങനെ വേണ്ട സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാം. ചിലർ വാട്സാപ്പിൽ എല്ലാവർക്കും വചനം അയച്ചു കൊടുക്കുന്നവരുണ്ട്, വാട്സാപ്പിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട്. അനേക വ്യക്തികളിലേക്ക് നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ, മറ്റ് ദൈവദാസർ ഇടുന്ന ലിങ്കുകൾ അയച്ച് പലരെയും ദൈവവചനം അറിയിക്കുന്ന വേല ചെയ്യാറുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വേലകൾ ചെയ്യുന്നവരും ചെയ്യാതിരിക്കുന്നവനെ യേശു നോക്കുന്നുണ്ട്. ചിലവർ തങ്ങൾക്ക് കിട്ടിയ റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു എരിവില. കർത്താവേ, ഞാൻ ഇന്ന് അവിടത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇന്ന ദിവസം ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ ഓരോ ശുശ്രൂഷകരും ദൈവദാസന്മാരും ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ സമയം കിട്ടുന്ന ടൈം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർ ഓടി പ്രവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ചിലർക്ക് അങ്ങനെ താലന്തുകൾ കിട്ടിയാൽ ദൈവരാജ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി അവരിറങ്ങും.
സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ ഒരു 5 താലന്ത് കിട്ടിയ ഒരുവനെ പറ്റി പറയാം. വലിയ അളവ് അവന് കിട്ടിയത്. അവനെ പറ്റി പറയാം. അവൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്തോത്ര ഹല്ലേലൂയ. 1 തിമോത്തി 6-ാം അധ്യായം 20-ാം വാക്യം. 1 തിമോത്തി 6:20. അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക. നിന്നെ ഭരമേൽപ്പിച്ചുള്ള കാര്യം നീ കാത്തു സൂക്ഷിക്കണം. നിന്നെ ഒരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചിരിക്കുക. യജമാനൻ പോയപ്പോൾ ദാസനെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. ആ ചെയ്ത ഉത്തരവാദിത്വം നീ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഏൽപ്പിക്കപ്പെട്ടത് കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. രണ്ടാമത് 2 തിമോത്തി 1:14 എന്ന് വായിക്കാമോ? 2 തിമോത്തി 1:14. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ, നീ യജമാന്റെ നല്ല നിക്ഷേപങ്ങൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഹോളി സ്പിരിറ്റിനാൽ നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ, സ്തോത്രം, ഉത്തരവാദിത്തങ്ങളെ കാത്തു സൂക്ഷിക്കണം. നീ ഏൽപ്പിക്കപ്പെട്ടവനാണെങ്കിൽ, നിന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ അശുദ്ധിയിൽ ചെളിയിൽ കിടന്ന് നമ്മളെ വിളിച്ച് വീണ്ടെടുത്തതെങ്കിൽ, ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി എന്തു പ്രവർത്തിച്ചു ഈച്ച് ആൻഡ് എവരി ഡേ ദൈവത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ആത്മീയ ലീഡേഴ്സിലും ഗുരുക്കന്മാരിലും സീനിയേഴ്സിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഓരോ ദിവസവും ഇന്ന് അത് ചെയ്തില്ലല്ലോ, ഇന്ന് യേശുവിന് വേണ്ടി ഇത് ചെയ്തില്ലല്ലോ, ഇന്നിങ്ങനെ ചെയ്തല്ലോ, എല്ലാ ദിവസവും ബ്രദർ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് തിരിഞ്ഞു നോക്കാൻ ഓരോ ദിവസവും നിനക്ക് എന്തെങ്കിലും പ്രവൃത്തികളുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ദിവസം നീ എന്ത് ചെയ്തു, നാളത്തെ ദിവസം എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, ഈ ആഴ്ചത്തെ കർത്താവിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, ഇതിലൂടെ ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഇത് അപ്പോൾ വിചാരിക്കും ഇത് ലീഡേഴ്സിനും കോർഡിനേറ്റേഴ്സിനും സ്പിരിച്വൽ അഡ്വൈസേഴ്സിനും മാത്രമുള്ളതാണ്. അല്ല, ദൈവം ആരെയൊക്കെ വിളിച്ച്, ആരെയൊക്കെ അനുഗ്രഹിച്ച്, ആരെയൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളും നന്മകളും എല്ലാം നൽകിയിട്ടുണ്ടോ, ദൈവരാജ്യത്തിൻ്റെ വഴി നടത്തൽ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ, ആ ദൈവത്തെ പ്രഘോഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം, സ്തോത്ര ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. വേലയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്. ഇതൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവസന്നിധി വലിയ പ്രതിഫലമാണ്. താലന്തുകളെ ഏൽപ്പിച്ചാൽ ആ താലന്തുകളെ ഉപയോഗിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ബ്രദർ ഞങ്ങളെ പറയാറുണ്ട്, കൃപാവരങ്ങൾ ലഭിച്ചാൽ, കൃപാവരങ്ങൾ ആർക്കാ ലഭിക്കുന്നത്? പ്രവർത്തിക്കുന്നവനെ ഒന്ന് ലഭിക്കത്തുള്ളൂ. പ്രവർത്തിക്കുന്നതിന് കൃപാവരങ്ങൾ ലഭിച്ചാൽ നിന്റെ കൃപാവരങ്ങളെ നീ ഉപയോഗിക്കണം. കൃപാവരങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ വരങ്ങൾ നിന്നിൽ ഉറങ്ങിപ്പോകും. ഒരു ദർശനവരം ദൈവം നമുക്ക് തന്നു, ഒരു രോഗശാന്തി വരം തന്നു, അല്ലെങ്കിൽ വിടുതൽ ശുശ്രൂഷയുടെ വരങ്ങൾ എന്ന് വേണ്ട ദൈവരാജ്യത്തിന് പ്രവർത്തിക്കാനുള്ള വരങ്ങൾ നിന്നിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ വരങ്ങൾ വെച്ചുകൊണ്ട് വീട്ടിരിക്കാനുള്ളതല്ല. ഈ വരങ്ങൾ അനുനിമിഷം അത് ഉപയോഗിച്ച് അതിനെ ഇരട്ടിപ്പിക്കുന്ന, സ്തോത്ര ഹല്ലേലൂയ. എല്ലാ വരങ്ങളും തുടക്കത്തിൽ വലിയ അളവിലല്ല ലഭിക്കുന്നത്. ഒരു ദർശനവരത്തെ ലഭിക്കുവാണെങ്കിൽ, ഈ ദർശനവരങ്ങൾ ഉള്ളതെന്ന് ചോദിക്കട്ടെ, നിങ്ങളെല്ലാം വലിയ ക്ലിയർ ആയിട്ടുള്ള ദൈവിക ആത്മീയ കണ്ണുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ തുറക്കോ? ഇല്ല. ആദ്യം ചെറിയ വിഷനുകൾ ഓപ്പണായി ചെറിയ കാര്യങ്ങൾ കാണാം. ചിലപ്പോൾ പൂ നിൽക്കുന്നു, ചിലപ്പം ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കാണുന്നു, ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ പല ചെറിയ സീനുകൾ ഇങ്ങനെ കണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരങ്ങൾ വർദ്ധിക്കുന്നത്. എന്തിനാ ഈ വരങ്ങൾ വർദ്ധിക്കുന്നത്? ഒരുവനെ ദൈവരാജ്യത്തിൽ നേടാൻ വേണ്ടിയിട്ടാണ് കൃപാവരങ്ങൾ നമുക്ക് ദൈവം നൽകുന്നത്. രോഗശാന്തി വരങ്ങൾ നൽകുമ്പോൾ ആദ്യം വലിയ രോഗങ്ങളെ സൗഖ്യമാക്കാൻ, ചെറിയ രോഗങ്ങളെ സൗഖ്യമാക്കാൻ വിശ്വാസത്താൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ചെയ്തു കൊടുക്കും. ഇങ്ങനെ ആ തനിക്ക് കിട്ടിയ താലന്തുകളെ ഉപയോഗിച്ച് ദൈവവേല ചെയ്യുന്നവനാണ് പിൽക്കാലത്ത് വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അവനെ ഫലമേൽപ്പിക്കുന്നത്. അധിക ചെറിയ കാര്യത്തിൽ വിശ്വസ്തനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. എന്നാൽ എന്തെങ്കിലും ഈ കൃപാവരങ്ങൾ, ഞാൻ ഈ ഗിഫ്റ്റ്, ഹെവൻലി ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയകളുണ്ട്, നമ്മുടെ മുമ്പിൽ വേദികളുണ്ട്, നമ്മുടെ
ചുറ്റിനും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തികൾ നമ്മുടെ ഫാമിലിയിലോ ചുറ്റുപാടിലൊക്കെ ഉണ്ടായിട്ടും ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ മടിക്കുന്നെങ്കിൽ അവിടെ താലന്തുകളെ കുഴിച്ചിട്ട ദാസൻ എന്ന് തന്നെയാണ് ദൈവം അവരെയും പറയുന്നത്. നിനക്ക് ലഭിച്ച തലങ്ങൾ, നിനക്കായിരിക്കുന്ന നിന്റെ സമൂഹത്തിൽ നിനക്കുള്ള വേദികൾ, നിന്റെ അവസരങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ കുഴിച്ചിട്ട താലന്തിനെ കുഴിച്ചിടുന്നതിനെ പോലെയാണ് അവിടെ ദൈവം അവനെ പരിഗണിക്കുന്നത്. സ്തോത്രം. എന്നാൽ കിട്ടിയ അവസരങ്ങളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് കൃപാവരങ്ങൾ മാത്രമല്ല, അതുമാത്രമല്ല താലന്ത് വിചാരിക്കുന്നത് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുണ്ട് ദൈവരാജ്യത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള കിട്ടുന്ന അവസരങ്ങളെ. സ്തോത്ര. ഹല്ലേലൂയ. ആ അവസരങ്ങളെല്ലാം ദൈവരാജ്യത്തെ കൊടുക്കാൻ നീ പ്രവർത്തിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഞാനൊരു ലേഡിയെ എനിക്ക് ഒരു സഹോദരിയെ അറിയാം. എവിടെയൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം ക്രിസ്തുവിനെ കൊടുക്കും. അവർ സംസാരിച്ച് പറഞ്ഞു വരുമ്പോൾ അവരുടെ സാക്ഷ്യത്തിലേക്ക് അവർ പറഞ്ഞത്, ആരോട് സംസാരിച്ച് വരുമ്പോൾ എനിക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു, പണ്ട് വലിയ രോഗമായിരുന്നു, ദൈവം സൗഖ്യപ്പെടുത്തിയതാ, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ക്രിസ്തുവിനെ കുറിച്ചും ജീസസിനെ കുറിച്ചും അവിടുത്തെ ധ്യാനത്തെക്കുറിച്ചും നിങ്ങൾ ധ്യാനത്തെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും ഇങ്ങനെ കിട്ടുന്ന ഗ്യാപ്പ് എപ്പോഴും ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കിട്ടുന്ന ബസ്സിൽ അടുത്തിരിക്കുന്നവരോട് പറയും, ഒരു സ്ഥലത്ത് എന്നാൽ അവരുടെ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലും, അവരുടെ മക്കൾ പഠിക്കുന്ന ഏതോ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിനോട് ഇത് പറയുന്നത് കേട്ടു. ഇങ്ങനെ ഏത് ഗ്യാപ്പ് ഇട്ടാലും ക്രിസ്തുവിനെ കൊടുക്കും. ഞാനത് വളരെ സന്തോഷത്തോടെ ആ ഒരു ക്വാളിറ്റി പ്രാർത്ഥിച്ച് ലഭിക്കണമല്ലോ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരാളുടെ കാര്യം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കിട്ടുന്ന അവസരത്തിലെല്ലാം ക്രിസ്തുവിനെ കൊടുക്കുക. കിട്ടുന്ന സമയങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളെല്ലാം ദൈവവചനം അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് അനേകരിലേക്ക് വചനം എത്തിക്കാൻ ഇങ്ങനെ ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓർത്തു, ഇതിനെല്ലാം വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. യെശയ്യാ 49:4 വായിക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു, എങ്കിലും എന്റെ അവകാശം കർത്താവ്. ഞാൻ അധ്വാനിച്ചു പക്ഷെ ദൈവത്തിങ്കൽ നിന്ന് എനിക്ക് പ്രതിഫലം ഉണ്ടല്ലേ? അങ്ങനെയല്ല പറയുന്നേ. എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. പ്രതിഫലം ദൈവത്തിലാ. എന്നാൽ മൂന്നാമൻ ഒരുത്തനുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. മൂന്നാമൻ അങ്ങനെയല്ല, കിട്ടിയത് നഷ്ടപ്പെടുത്തിയവൻ. ലൂക്കോസ് 17:17 എന്ന് വായിക്കാവോ? ലൂക്കോസ് 17:17. യേശു ചോദിച്ചു, 10 പേരിലെ സുഖപ്പെട്ടത് ബാക്കി 9 പേർ എവിടെ? ചിലവരുണ്ട് കിട്ടിയ നന്മ ലഭിച്ചു പക്ഷേ അതുകൊണ്ട് വീട്ടിൽ പോയി. യേശു 10 കുഷ്ഠരോഗി സൗഖ്യപ്പെടുത്തി, പക്ഷെ ഒരുത്തൻ വന്ന് നന്ദി പറഞ്ഞു. ബാക്കി 9 പേരെന്ത്? യേശു കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ അവർക്ക് കൃപ നൽകി. അവൻ അശുദ്ധനായെന്ന് സമൂഹത്തിൽ നിന്ന് മാറി താമസിച്ച, സമൂഹത്തിൽ നിന്ന് അശുദ്ധരെന്ന് പേർ ലഭിച്ച വ്യക്തികൾ, ഇത്രയും അവർക്ക് പൊതുസമൂഹത്തിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, ദേവാലയത്തിൽ കയറാൻ പറ്റില്ല, ഇങ്ങനെ അശുദ്ധരെന്ന് മുദ്ര കുത്തപ്പെട്ട, അപമാനിക്കപ്പെട്ട, കഷ്ടതയിൽ കിടന്ന, ജീവിതകാലം മുഴുവൻ നിത്യരോഗിയായ കുഷ്ഠം പിടിച്ചവർ യേശു വലിയ അനുഗ്രഹം നൽകി, ഓൺ ദ സ്പോട്ട് സൗഖ്യം നൽകി. 10 പേരെ സൗഖ്യപ്പെടുത്തി. യേശുവിൻ്റെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. യേശുവിനറിയാം. യേശു എണ്ണം എടുത്തു, ബാക്കി 9 എവിടെ? ഇതാണ് അനുഗ്രഹം കിട്ടിയിട്ടും അതും കൊണ്ട് തിരിച്ചു പോകുന്ന അവരെവിടെ? അവരുടെ നമ്പർ പിന്നെ ഇല്ല, അവരെ പറ്റി പിന്നെ പറയുന്നില്ല. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം, പ്രവചനങ്ങൾ, മെസ്സേജുകൾ, ഡെലിവറൻസ്, ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെല്ലാം ലഭിച്ചിട്ടും കുഷ്ഠരോഗിയെ പോലെ 9 പേരും എല്ലാ അനുഗ്രഹം ലഭിച്ചവരാ. വലിയ അനുഗ്രഹം. നികൃഷ്ടരായി കിടന്നവരെ ദൈവം സൗഖ്യപ്പെടുത്തി വിശദീകരിച്ചു. കൃപയെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ടാറ്റ പറഞ്ഞു പോയി. അതുപോലെ പ്രവചനങ്ങൾ, മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ടും ദൈവരാത്രി വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്യാതെ ആണ് നമ്മൾ നടക്കുന്നതെങ്കിൽ യേശു എണ്ണം എടുത്ത് ചോദിക്കുക, 9 പേരെവിടെ പോയി? യേശു കൃത്യമായിട്ട് 9 പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരെവിടെ എന്നാ ചോദിക്കുന്നത്. ഇതുപോലെ കിട്ടിയ താലന്തിനെ കുഴിച്ചിടുന്നവരെ കുറിച്ചും കൃത്യമായി എണ്ണം വെക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഓർത്തോളണം. സ്തോത്ര. ഹല്ലേലൂയ. 10 പേരെ സൗഖ്യപ്പെടുന്ന യേശുവിനറിയാം. ഒരുവൻ വന്നാൽ ബാക്കി 9 എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇതിനെല്ലാം എണ്ണമുണ്ട്. അവൻ സൗഖ്യം നൽകിയ, കൃപകൾ നൽകിയ, അനുഗ്രഹം നൽകിയ ഭവനങ്ങൾ ഇപ്പോഴും കർത്താവിന് വേണ്ടി ഒരു കാര്യങ്ങൾ പോലും പ്രവർത്തിച്ചില്ല എങ്കിൽ അതിന് എണ്ണം വെക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. എന്നാൽ താലന്ത് കുഴിച്ചിട്ടവരെക്കാൾ താലന്ത് വർദ്ധിപ്പിച്ചവരെ പറ്റി ദൈവം എന്താണെന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കിക്കൊണ്ട് 1 യോഹന്നാൻ 2:28 നമുക്കൊന്ന് വായിക്കാം. യജമാനൻ വരികയാണ്,
അപ്രതീക്ഷിതമായ സമയത്ത് തിരിച്ചു വരുമ്പോൾ, കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കുവാനും ആമേൻ അവന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ അവൻ എണ്ണം ചോദിക്കും. യജമാനൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാൻ, അവൻ നമ്മളുടെ എണ്ണം ചോദിക്കുമ്പോൾ നല്ല ദാസർ എന്ന് വിളി കേൾപ്പിക്കാൻ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കുവാനും അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കുവാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. ആമേൻ. യേശുവിൽ ജീവിക്കണം, അവന്റെ ആത്മാവിൽ പ്രവർത്തിക്കണം. അവൻ പ്രത്യക്ഷനാവുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ എത്ര താലന്ത് നേടി ചോദിക്കുമ്പോൾ തലകുനിച്ച് നിൽക്കുന്നവനല്ല, അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന, കർത്താവേ നിനക്ക് ഞാൻ അധികമായിട്ട് ഓടി. ചിലവർ മരിച്ചു കഴിയുമ്പോൾ ഒരു ടാഗ്ലൈൻ അടി എഴുതും, ഞാൻ എൻ്റെ ഓട്ടം നല്ല പോർപ്പൊരുതി ഓട്ടം പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞു. നല്ല പോർപ്പൊരുതി ഓട്ടം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ഓടുകയും ദൈവരാത്തിന് വേണ്ടി പൊരുതുകയും ചെയ്യുന്നവൻ ആ ടൈറ്റിലൊക്കെയാണ്. ഇല്ലാത്തവർ ചുമ്മാ ജീവിച്ച് ചത്തു കഴിഞ്ഞ ശേഷം നല്ല പോർപ്പൊരുതി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് എഴുത്ത് മാത്രമേ ഉള്ളൂ, ദൈവസന്നിധി പ്രതിഫലമില്ല. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ താഴെ നല്ല പോർപ്പൊരുതി എന്ന് എഴുതി വെച്ചാൽ കള്ളത്തരമാവും ഞാൻ പ്രവർത്തിക്കാത്തവനാണെങ്കിൽ. ആ മരണത്തിൽ പോലും കള്ളത്തരം എഴുതുന്നവൻ. എന്നാൽ പ്രവർത്തിച്ചവനാണെങ്കിൽ ഞാൻ നല്ല പോർപ്പൊരുതി അധികമായി ഞാൻ പ്രവർത്തിച്ചു. സ്തോത്ര ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എല്ലാ ദിവസവും എനിക്ക് കഴിയുന്ന രീതിയിലെല്ലാം എൻ്റെ കഴിവനുസരിച്ച്, എൻ്റെ സാഹചര്യങ്ങളെല്ലാം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചു എന്ന് ദൈവസന്നിധിയിൽ അഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് മാറുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. വെളിപാട് 14:13 പ്രതിഫലം ലഭിക്കുന്നവനെ കുറിച്ച് ദൈവം എന്ത് പറയും നമുക്ക് നോക്കാം. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ചവരാണ്. ഓ സ്തോത്ര. സ്വർഗത്തിൽ പറയുന്ന സ്വരം ഞാൻ കേട്ടു, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടഞ്ഞവർ അനുഗ്രഹീതർ. കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹീതർ എന്ന് ദൈവം വിളിക്കുന്ന കുറച്ച് പേരെ കുറിച്ച് പറയുകയാണ്. അവർ അനുഗ്രഹീതരാണ്. അവരെന്ത് ചെയ്തതാ? അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു. ആത്മാവാരോട് ചെയ്യുന്ന അവരുടെ പ്രവൃത്തികൾ, നിന്റെ പ്രവൃത്തി, നിന്റെ ദൈവരാജ്യത്തിനോട് നീ ചെയ്ത each and every work ദൈവത്തിന്റെ ആത്മാവ് പരിശോധിക്കും. അവരുടെ പ്രവൃത്തികൾ അവരെ ഫോളോ ചെയ്തെന്ന് ദൈവവചനം പറയും. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ, നമ്മുടെ പ്രവൃത്തിയാണ്. വെളിപാട് 14:13 നീ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നതെങ്കിൽ അനുഗ്രഹീതർ എന്നവരെ പറയുക. നിന്റെ എല്ലാ സാധ്യതകളും നീ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണെങ്കിൽ ദൈവം പറയുക അനുഗ്രഹീതർ എന്ന് പറയുക. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം നമുക്ക് തന്ന താലന്തുകളെ ഉപയോഗിക്കുന്നതിനായി അനുഗ്രഹീതർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ. താലന്ത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃപാവരങ്ങൾ എനിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന, അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവരെയാണ് ഇവിടെ താലന്തായിട്ട് പറയുന്നത്. അതും ഒരു താലന്താണ്. നിനക്ക് ഒരുപാട് അവസരങ്ങൾ, പൊതുവേദികൾ, പൊതു സോഷ്യൽ മീഡിയകൾ, നീ ആയിരിക്കുന്ന സമൂഹം, ഇവിടെ എല്ലാം നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അത് അനേകർക്ക് ഗുണമാകുകയും ചെയ്തില്ല. അതിലൂടെ ആ പ്രവൃത്തിയിലൂടെ ഒരാത്മാവിനെങ്കിലും നേടിയാൽ സ്വർഗരാജ്യം അതിനെപ്പറ്റി എത്രയധികം സന്തോഷിക്കും. സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ ലൈഫാണ് നമ്മുടെ മെസ്സേജ്. ക്രിസ്തീയ ജീവിതം വിളക്കാണ്. ഞാൻ ഒരു നല്ല ശിഷ്യനാണെങ്കിൽ എൻ്റെ പ്രവൃത്തി മതി അനേകരെ അതിലേക്ക് ആകർഷിക്കാൻ. ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ അനേകരെ ആ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ നമ്മൾ ക്രമപ്പെടുത്തുവാൻ യേശുവിൻ്റെ സഹോദരരോട്, ദൈവത്തിൻ്റെ ദാസന്മാരോട് യജമാനൻ എന്ന് പറയുകയാണ്. അവൻ തിരികെ വരുമ്പോൾ പ്രതിഫലം നമ്മളോട് ചോദിക്കും. ദൈവത്തെ നമുക്ക് സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.